നിങ്ങൾ ആമസോൺ ഫയർ ടി വി സ്റ്റിക്ക് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആമസോൺ ഫയർ ടി വി സ്റ്റിക്കിൽ കുറേ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ആപ്പുകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആവണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആമസോൺ ഫയർ ടി വി സ്റ്റിക്കിൽ ആപ്പുകൾ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആവുന്നത് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ആമസോൺ ഫയർ ടി വി സ്റ്റിക്ക് ഓൺ ആക്കിയതിന് ശേഷം റിമോട്ട് എടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഇവിടെ സെറ്റിംഗ്സ് ഓപ്ഷൻ കാണാൻ പറ്റും. ആ ഒരു ഭാഗത്തോട്ട് സ്ക്രോൾ ചെയ്യുക. ആ ഒരു ഭാഗത്തോട്ട് പോയാൽ താഴെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. താഴെ നമുക്ക് ആപ്ലിക്കേഷൻസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലുള്ള ഒരു പേജിൽ എത്തും. ഇതിൽ നമുക്ക് ആപ്പ് സ്റ്റോർ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഓട്ടോമാറ്റിക് അപ്ഡേറ്റ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അത് ചിലപ്പം ഓഫായിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. ഓഫായിട്ടാണ് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓൺ ആക്കി കൊടുക്കുക. ഓൺ ആക്കിയതിന് ശേഷം ഇപ്പം എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ആപ്പുകൾ അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് ആമസോൺ ഫയർ ടി വി സ്റ്റിക്കിൽ ആപ്പുകൾ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആവുന്നത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.